പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺ. എക്സാമിൽ ഫുള്ള് ഡാഷ് ഡാഷ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഡാഷ് 2 ഡാഷ്. എനിക്ക് ഉറക്കം വരും. 8 മണിയൊക്കെ ആകുമ്പോ അവിടെ നമ്മളെ നാട്ടില് 10 മണി 11 മണിയല്ലേ, അപ്പൊ കണ്ണുമെല്ലാം ഇങ്ങനെ പോകും. കണ്ണിൽ വെറും അങ്ങനെ കാണുന്നുണ്ട്, അറിഞ്ഞൂടല്ലോ എപ്പോഴാ ഉണ്ടാവുക എപ്പോഴാ പോവാന്നൊന്നും അറിഞ്ഞൂട. ഞാൻ നേരെ തിരിച്ച് ഞാൻ വയലന്റാ, കുറച്ച് വികൃതിയുള്ള ആളിലാണ്. എക്സ്പെക്റ്റും ഇല്ലായിരുന്നു, ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഈ പാട്ട് പാടിയപ്പോ തന്നെ. അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? അച്ഛനമ്മയോ? ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? അച്ഛൻ അമ്മയോട് പാട്ട് പാടി കൊടുക്കോ? ഉണ്ടോ? ഉണ്ടെന്ന്. എനിക്കിപ്പോ എഴുതാനും അറിഞ്ഞുകൂടാ, വായിക്കാനും അറിഞ്ഞുകൂടാ. ചെറിയ ചായ കുടിക്കുന്നില്ല, അപ്പൊ ഞാനും കൊണ്ടുപോകും. നമസ്കാരം. ഇന്ന് എനിക്ക് ഒരു അതിഥിയുണ്ട്. എല്ലാ കുടുംബക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അതിഥി, ഒരു കുട്ടിത്താരം, നമ്മുടെ പ്രിയപ്പെട്ട റിച്ചുക്കുട്ടൻ. റിച്ചുക്കുട്ടാ നമസ്കാരം. ഹലോ. സുഖല്ലേ? എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഇപ്പൊ എന്താണ് പരിപാടിയൊക്കെ? ഇപ്പൊ നല്ല പരിപാടി. ഇപ്പൊ ക്രിസ്മസ് സീസൺ ഒക്കെ ആയല്ലോ, കുറെ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ അവസാനം പാടിയ ഏത് പാട്ടാ? എവിടെയാണ് പാടിയത്? അവസാനം പാടിയ ജോജങ്ങളുടെ പാട്ടാ. അതല്ലേ? മ്യൂസിക് ഷാക്കിന് വേണ്ടി ഓർക്കുന്നുണ്ടോ? രണ്ടിലേ പാടിക്കേ. ഇത് ഇറങ്ങൂലേ? ഞാൻ ഇപ്പൊ പാടിയ പാട്ട് ഇറങ്ങൂലേ? ജസ്റ്റ് ഒരു ഡൗട്ട്. ഇനിയും ഒരു കാണാൻ ഒരുക്കുമോ നാഥ നീ എൻ പേർക്കായി, ഇനിയും ഒരു ചെങ്കടൽ മുറിക്കുമോ നാഥ നീ എനിക്കായി. ഇതാണ് ഇപ്പൊ ഞാൻ പാടിയ പാട്ട്. എങ്ങനെയാണ് മോൻ ഈ പാട്ടിലേക്ക് വരുന്നത്? പാട്ട് പഠിക്കുന്നുണ്ട്, എങ്ങനെയാണ്? ചെറുപ്പം തൊട്ട് അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ടൊക്കെ എങ്ങനെയാ? അച്ഛനമ്മയും പറഞ്ഞാൽ ശരിക്കും നല്ല സപ്പോർട്ടാണ്, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ്. ഇപ്പോ എനിക്ക് പുതിയ പ്രോഗ്രാം വരാണെങ്കിൽ അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതേമാതിരി ക്രിസ്ത്യൻ ഡിവോഷണൽ പിന്നെ മൂവി സോങ്സ് എല്ലാത്തിനും അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോ ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു സിനിമ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് നല്ല കുറച്ച് മാസം മുമ്പേ ഖത്തറിലൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഖത്തറിൽ പ്രോഗ്രാം ചെയ്തപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ പേടി അതൊന്നുമല്ല. എന്റെ പേടി എന്താ വെച്ചാല് അന്ന് പാടാനുള്ളത് ശ്വേതാമോഹൻ ചേച്ചിയായിരുന്നു. ശ്വേതാമോഹൻ ചേച്ചി ആയതപ്പോ എനിക്കൊരു പേടി അല്ല, ഒരു ഇതുണ്ടാവില്ലേ മനസ്സില്. ആദ്യമായിട്ടല്ലേ. അപ്പോ അന്നപ്പോ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതും പിന്നെ എനിക്ക് പേടില്ലാണ്ട് തന്നതും എല്ലാരും ഫാമിലി എല്ലാരും. ഈ ഖത്തറിൽ പോയിട്ട് ഏത് പാട്ടാ പാടിയ? ഖത്തറിൽ പോയിട്ട് അത്യാവശ്യം കൊറേ പാട്ട് പാടി, നല്ല അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട അടിച്ചുപൊളി പാട്ടുകളാണോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ എല്ലാം ഒരേപോലെ എടുക്കാം. അതായത് ഇപ്പൊ അടിച്ചുപൊളി ആയാലും മെലഡി ആയാലും രണ്ടും സെയിം മാതിരി എടുക്കാം. ഒന്നിനും വേറൊരു ഇഷ്ടം എനിക്കില്ല. എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. തമിഴ് മലയാളം എല്ലാം ഇഷ്ടമാണ്. എല്ലാം. ഹിന്ദി. മോന്റെ മനസ്സിൽ എപ്പോഴും പെട്ടെന്നൊരു പാട്ട് പാടുന്ന പെട്ടെന്ന് പാടാൻ പറഞ്ഞ ഏത് പാട്ടായിരിക്കും പാടുക? പാട്ട് പാടും. പെട്ടെന്നൊരു പാട്ട് പാടി. പെട്ടെന്നൊരു പാട്ട്. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലെനി മിഴിനീരു പെയ്തമാരിൽ കേടാതെ കാത്ത പുഞ്ചിരി നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പുൻതിരി മനം പകുത്തു നൽകിടാൻ ഉറുമ്പ് കൊണ്ടു മൂടിടാൻ അടുത്തു വന്നിടാം
കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നുമെന്നും ഒരു പുഴയായി. ആരാധിക്കേ മഞ്ഞുതീരും വഴിയരികെ. എന്റെ ഉള്ളു നിറഞ്ഞു ആ വരികൾ പോലെ. സ്കൂളിലൊക്കെ പോകുമ്പോ ഇപ്പൊ എങ്ങനെയാണ്? സ്കൂളിലൊക്കെ പോകുമ്പോ ഈ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ടാണല്ലോ നമ്മള് ഫേമസ് ആയി വരുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്കൂളിൽ ഒരു സാധാരണ കുട്ടീനെ പോലെയാണ് ഇപ്പോഴും. ഇപ്പൊ അങ്ങനെയല്ലോ, ഒരു സെലിബ്രിറ്റി ഒക്കെ അല്ലേ? എനിക്കങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നില്ല. കൂട്ടുകാരൊക്കെ എന്ത് പറയും? കൂട്ടുകാരൊക്കെ കാണാറുണ്ട്. ഞാൻ സ്കൂള് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ സ്കൂളിൽ ചെല്ലുകയാണെങ്കിൽ ഇപ്പൊ പറയും, ഞാൻ നിന്റെ ഇന്റർവ്യൂ കണ്ടിരുന്നു, ഞാൻ നിന്റെ പാട്ട് കേട്ടിരുന്നു, എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ സ്കൂളിൽ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ ആരാ? എല്ലാ ടീച്ചറും ഒരേപോലെ തന്നെ. സ്കൂളിൽ അല്ല, അതുകൊണ്ടല്ല, ശരിക്കും എല്ലാ ടീച്ചറും ഭയങ്കര സപ്പോർട്ടാ. ഇപ്പൊ ഞാൻ ഇവിടെ കൊച്ചിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ ഞാൻ സ്കൂളിലുള്ള സമയത്ത് ഞാൻ പറഞ്ഞു, മിസ്സേ ഞാൻ നാളെ ആബ്സെന്റ് ആണെന്ന്. അപ്പൊ മിസ്സിന് മനസ്സിലായി പ്രോഗ്രാമിന് പോവാന്ന്. അപ്പൊ എല്ലാരും എന്നോട് സപ്പോർട്ട് ചെയ്ത് നല്ലോണം പാടണം, അതായത് നല്ലോണം പാടണം എന്നൊക്കെ പറഞ്ഞ് നല്ല സപ്പോർട്ടോടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തപ്പോൾ നമ്മൾ വിജയിക്കുവാണല്ലോ, അത് വിജയിക്കുമെന്നുള്ളൊരു സംശയം വല്ലതും ഉണ്ടായിരുന്നു? എന്നിലും കൂടുതൽ പാടുന്നവരൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ തന്നെ വിജയിക്കുമെന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു മോന്? എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എന്ത് കിട്ടിയാലും എനിക്ക് സന്തോഷമാണ്, അത്രേ ഉള്ളൂ. എന്ത് കിട്ടിയാലും നമുക്ക് സ്വീകരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ ഉപദേശം തന്നേക്കണ ആരാ? ഉപദേശം എന്ന് വെച്ചാൽ മോനെ ഇങ്ങനെ ചെയ്യണം, പാടുമ്പോ ഇങ്ങനെ പാട്ട് ഇങ്ങനെ നോക്കണം. ആരുമില്ല, നിന്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്. നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാ ചെയ്തല്ലേ? ആരുടെ ഉപദേശം ഒന്നും വേണ്ട നമുക്ക്. അല്ല, ആരുടെ ഉപദേശം ഒന്നും വേണ്ടെന്നല്ല, എന്നാലും എല്ലാരും പറയാ നിനക്ക് എന്താണ് തോന്നുന്നത്, നീ അത് പറഞ്ഞോ, നിനക്ക് ഇഷ്ടമുള്ള ചെയ്തെന്നൊക്കെ അങ്ങനെ പറയും അല്ലേ? ഈ മുടി ഇങ്ങനെ തന്നെ വേണമെന്നാണ് നിർബന്ധം? മുടി ശരിക്കും പറഞ്ഞാൽ വളർത്തുന്ന എന്റെ ഒരു നിർബന്ധമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുടി വളർത്താൻ ഇഷ്ടമാണ്, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും എന്നാലും എനിക്ക് ഇഷ്ടമാണ്. അപ്പോ എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ മുടി ഇവിടം വരെങ്കിലും കൊണ്ടുവരണം. അതാണ്. ഇനി അത് കഴിഞ്ഞാൽ ഞാൻ എന്തറിയും ചെയ്യാം. ഇപ്പൊ പല മുട്ടടിക്കലും പറഞ്ഞാലും മുട്ടടിക്കും. അമ്മ അടിച്ചേക്കണെന്നാ? ശരിക്കും പറഞ്ഞാൽ അടിച്ചിട്ടേ ഇല്ല. അടിച്ചിട്ടുണ്ട് ശരിക്കും. ഞാന് ഇവിടെ വരുന്നതിന്റെ 2 ആഴ്ച മുമ്പേ തോന്നുന്നു, എന്റെ ഒരു ഓർമ്മ അനുസരിച്ച് 1-2 ആഴ്ച മുമ്പേ നോട്ട് ചെയ്തായിട്ട്. അന്ന് ഞാൻ പുറത്ത് വെറുതെ ഇരിക്കായിരുന്നു, ഓടിത്തുള്ളി കളിക്കുന്നു. അമ്മ വിളിച്ചിട്ട് ശ്രദ്ധിച്ചില്ല, അപ്പൊ 2 പൊട്ടി. നമ്മള് കൈ നീട്ടി സ്വീകരിച്ചു. ഇപ്പൊ ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ട്? കുറവാണ്, അത്രയില്ല. ദുബായ് പോയില്ലേ? ദുബായ് പോയി, ഖത്തർ പോയി, ബഹ്റൈൻ പോയോ? പോയി. പിന്നെ എവിടെയാ പോകാത്ത? ഇനിയുണ്ട് കുറച്ച്. അമേരിക്ക പോയോ? അമേരിക്ക പോയിട്ടില്ല. UK പോയോ? ഓസ്ട്രേലിയ പോയിട്ടുണ്ട്. പിന്നെ ആഫ്രിക്ക, നോർത്ത് ആഫ്രിക്ക ഞാൻ തോന്നുന്നുണ്ട്, അറിഞ്ഞൂടെ ഏതൊരു. സൗത്ത് ആഫ്രിക്ക, പിന്നെ ഓസ്ട്രേലിയ തന്നെ ഒരു 3 സ്ഥലം. അവിടെയൊക്കെ പ്രോഗ്രാമിന് പോണാണ്. അമ്മയും അച്ഛനും കാണും കൂടെ? അച്ഛൻ മാത്രമേ ഉള്ളൂ പുറത്തേക്കൊക്കെ പോകുമ്പോ. കാരണം എന്നെ കൺട്രോൾ ചെയ്യണമെങ്കിൽ പുറത്തൊക്കെ അച്ഛൻ തന്നെ വേണം. അമ്മയാകുമ്പോ സോപ്പിട്ട് നമ്മളും കൂടെ ഇറങ്ങിപ്പോക്കളയും. അല്ല, അമ്മ അങ്ങനെ വരാറില്ല. ഈ ഓഡിയൻസിനെ കയ്യിൽ പിടിച്ചിരുത്താൻ എന്താ മന്ത്രം? കൈ പിടിച്ചിരുത്താനോ? നമ്മൾ ഇങ്ങനെ പാട്ട് പാടുമ്പോ ഓഡിയൻസ് നമ്മുടെ കൂടെ നമ്മൾ ഓഡിയൻസിന് വൈബ് കൊടുക്കുമല്ലോ നമ്മള്. അതെന്താണ് ചെയ്യുന്നത്? ഡാൻസ് ചെയ്ത് ഇറങ്ങിപ്പോകും? അങ്ങനെയൊന്നുമല്ല, നമ്മള് നല്ലോണം പാടുമ്പോ ഓഡിയൻസിന് അത് പിടിക്കും. അപ്പോ ഓഡിയൻസ് നമ്മളെയും സപ്പോർട്ട് ചെയ്യും. ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോയി പാടൂല്ലേ? പാടും. ഡാൻസ് ഒക്കെ ചെയ്ത്. ഈ ഡാൻസും പാട്ടും കൂടെ പാടുമ്പോ വരികൾ തെറ്റുമെന്ന് ഭയം വല്ലതും ഉണ്ടോ? വരികൾ തെറ്റി ഞാൻ പാടും. നമ്മൾ ഓർത്തെടുത്ത് ഒറ്റ പാട്ടങ്ങ് പാടും.
നമ്മൾ പേടിക്കാൻ പാടില്ല. ആ വയ്യകളെ തെറ്റുമ്പോ അത് തെറ്റി, അത്രേ ഉള്ളൂ. അത് കൂളായിട്ട് എടുത്തേക്കണം. നമ്മള് അവിടെ നിന്ന് വീണ്ടും പിടിച്ചോണം അല്ലേ? അല്ലാണ്ട് നമ്മളിപ്പോ പാടുന്ന സമയത്ത് അയ്യോ തെറ്റി വീണ്ടും എടുക്കാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ച് അവിടെ നിന്നിട്ട് കാര്യമില്ല. അവിടെ തീർന്നു. ഈ ഹിന്ദി പ്രോഗ്രാമിന് എങ്ങനെയാണ് വിളി വന്നത്? അതെനിക്ക് അറിഞ്ഞൂടാ, അച്ഛനറിയാം. ഞാൻ കേട്ടത് എന്നെ എന്റെ ടോപ്പ് സിംഗർ ആദ്യത്തെ പ്രോഗ്രാം കണ്ടിട്ടാണ് വിളിച്ചത് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അച്ഛന് നല്ലോണം ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഈ ടോപ്പ് സ്റ്റിങ്ങറിൽ പോകുമ്പം ഓരോ ദിവസം മത്സരങ്ങൾ, ഓരോ ദിവസം പാട്ട് പാടണമല്ലോ. അപ്പം അമ്മയൊക്കെ ഇന്ന് നന്നായിട്ട് പാടണം കേട്ടോ, ഒന്ന് നല്ല മത്സരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വിടല്ലേ? ഒന്നുമില്ല, അമ്മയ്ക്കറിയാം ഋച്ചുകുട്ടൻ കയറി അങ്ങ് അടിച്ചു പൊളിക്കും എന്നുള്ളത്. അങ്ങനെയൊന്നല്ല, അവരാദ്യം സപ്പോർട്ടർ തന്നെയാ. അവര് ഞാൻ പ്രോഗ്രാം അല്ലെങ്കിൽ സ്റ്റേജ് ഷോയിൽ പോകുന്നതിന് മുമ്പേ എല്ലാ സപ്പോർട്ടും തന്നിട്ടാ പോവാ. തമിഴ് പാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരിക്കും പാടാൻ പറഞ്ഞ? ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്നത് ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്നത് സ്റ്റേജ് പ്രോഗ്രാമിന്? ഞാനത് പാടിയിട്ടുണ്ടോന്ന് എനിക്കൊരു സംശയമാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്, പകുതി പഠിച്ചിട്ടുണ്ട്. പകുതി പഠിച്ചതോ? പഠിച്ചോണ്ടിരിക്കുകയാണോ ആ പാട്ട്? പകുതി വരെ പഠിച്ചു. ഒന്ന് പഠിക്കുന്നു. ഇളയ നീല പൊഴികിറതി இதயம் வரை நனைகிறதே உல போகும் மேகம் கனகாணுமே விழ காணுமே வானுமே இளைய நீரா பொழிகிறதே இதயம் வரை நனைகிறதே உல போகும் மேகம் கனகாணுமே விழ காணுமே வானமே இளைய நீரா பொழிகிறதே. അല്ല, ഏറ്റവും കൂടുതൽ പാടിയിരിക്കുന്നത് ഏതായിരിക്കും? സ്റ്റേജിൽ കയ്യടി കിട്ടിയാണ് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഹിന്ദി പ്രോഗ്രാമിലാണ്. അതും പിന്നെ ഹിന്ദി പ്രോഗ്രാം മേരെ ഡോല എന്ന് പറഞ്ഞ സോങ് ഇല്ലേ, അത്. പിന്നെ ഞാനിപ്പോ എടുത്ത് പഠിച്ചതാണ് പ്രമാദം. മലയാളം. മലയാളം അല്ല, ഹൈപ്പിച്ചുള്ള പാട്ടല്ലേ? ആണ്, ഞാനിത് പാടിയിട്ടുണ്ട്. ഈ അടുത്ത് ഞാൻ ആദ്യമായിട്ട് പഠിച്ചാണ്. ഈ വരുന്നതിന്റെ ഒരു ദിവസം മുമ്പേ വരുന്നതിന്റെ ഒരു ദിവസം മുമ്പേ അതായത് മെഞ്ഞാന്നായിരുന്നു ഞാൻ ഈ പാട്ട് പാടിയത്. എനിക്കൊരു എക്സ്പെക്റ്റും ഇല്ലായിരുന്നു, ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഈ പാട്ട് പാടിയപ്പോ തന്നെ. അതല്ലേ, ഗംഭീരമായി. ആൾക്കാര് നല്ല കയ്യടിയായിരുന്നു. കേക്കട്ടെ. ഓക്കെ, അൻപല്ലവി എന്നുള്ളതാണ്. അവിടെയാണ് നല്ല പോർഷൻ. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, കവിയുടെ ഗാനരസാമൃതലരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോൾ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. അതോടെ ഈ ഹിന്ദി മെരഡോളിനെ അതും അതില് മെയിൻ പോർഷൻ കുറവാണ്. അപ്പൊ ഞാൻ എന്റെ പോർഷനുള്ള പാട്ട് പാടാം. സാനിധ നിധമ മഗ സനിധനി സഗമ सासों में तेरे सरग में है अब रात दिन, जिंदगी मेरी तो कुछ ना अब तेरे बिन, सांसों में तेरे सरग में है अब रात दिन, जिंदगी मेरी तो कुछ ना अब तेरे बिन,
मेरी धड़कनों की सरगोशी मेरी धड़कनों में बजती है, मेरी रागती निगाहों में ख्वाहिश तेरी सजती है, मेरे ख्याल में हर पल तेरे ख्याल शामिल है, लम्हे जुदाइयों वाले मुश्किल बड़े ही मुश्किल है, ओ पिया ഇതാണ് നിസ 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 ധനി 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 പദ 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 ഗമ പദ നി നിസ 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 ധനി 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 പദ 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 ഗമ പദ നി നിസ പനി നിസ പനി നിസ പനി നിസ പനി നിസ ഗമ പദ നി പദ നി പദ നിസ ഗമ പദ നി പദ പമ ഗമ ഗരി സ നി ധനി സ ഗമ സ ഗമ പദ പദ നിസ 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 ധനി 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 ഗമ പദ നി പമ ഗമ പദ നി പമ ഗമ പമ ഗമ ഗരി സ രി സ നി ധനി സ ധ ധനി സ സ ഗ ഗമ ഗ സ സ ഗ ഗമ മ ധ ധനി ധ ധനി സ ഗ ധനി ധനി സ നി ധനി ധ പമ ഗമ ധനി സ ധനി ധ മ ഗമ ധനി 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 സ ഗമ ധനി ധനി ധ പമ ഗമ ഗരി സ ഗമ ധനി സ നി ധ പമ ഗമ ഗരി സ നി ധ ധനി നി സ ധ ഗ ഗ നി സ സ ഗ ഗമ മ സ സ ഗ ഗമ മ ധ ഗ ഗമ മ ധ ധനി നി മ മ ധ ധനി നി സ സ ധ ധനി നി സ സ ഗ ഇത്രേ ഉള്ളൂ. ഭക്ഷണം കഴിയൊക്കെ കുറവാണോ? ഭക്ഷണം കഴിക്കും, പക്ഷെ ഒന്നും എന്താ പറഞ്ഞോളൂ എന്റെ ബോഡിക്ക് അതൊന്നും പിടിക്കുന്നില്ല. എനിക്കും ആഗ്രഹമുണ്ട് കുറച്ച് വലുതാവാനും തടിക്കാനൊക്കെ, പക്ഷെ എന്റെ ബോഡി സമ്മതിക്കുന്നില്ല. ഈ എത്ര സിനിമയിൽ ഇപ്പൊ പാടി? അതൊരു കസ്റ്റനാണ്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് റിലീസ് ആയിട്ടുള്ളത് ഇപ്പൊ പാപ്പച്ചൻ ഒളിവിലാണ് സിനിമയില് ലാസ്റ്റുള്ള ഒരു സോങ് ആണ് ഞാനിപ്പോ പാടിയിരിക്കുന്നത്. അത് ഞാൻ മാത്രല്ല, ഇപ്പൊ ടോപ്പ് സിംഗറിലെ എന്നെ ടോപ്പ് സിംഗർ സീസൺ 3 കൊച്ചുങ്ങൾ കുറെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു എന്റെ കൂടെ. അതുണ്ടായിരുന്നു. ഇപ്പൊ ന്യൂ ആയിട്ടൊരു സിനിമ ഇറങ്ങാൻ പോവാണ്, അങ്കിളും കുട്ടികളും എന്ന് പറഞ്ഞൊരു സോങ് ആണ്. നമ്മുടെ KVM പിള്ള സാറിന്റെ ഒരു ഡയറക്ഷനാണ്. പിന്നെ മ്യൂസിക് ഉള്ളത് നമ്മുടെ അനൂപ് കമ്മത്ത് അങ്കിളാണ്. പിന്നെ ഞാൻ പാടിയിരിക്കുന്ന പാട്ടിന്റെ ആ മ്യൂസിക് അതിന്റെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശരത് സാറിന്റെ അനിയൻ രഞ്ജിത്ത് സാറാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പാടിയതൊന്നുമില്ല, അടിപൊളി സോങ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോങ് എന്ന് പറയാം. റിലീസ് ചെയ്തിട്ടില്ല, ഇപ്പൊ അതിന്റെ ഷൂട്ടും എഡിറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് പോയിരുന്നു, കണ്ടു, എല്ലാം അടിപൊളിയാണ്. എക്സാം ഒക്കെ എഴുതാൻ കറക്റ്റ് പോകുമല്ലോ അല്ലേ? പഠിക്കാനല്ലോ പോകത്തോ? എക്സാമിൽ ഫുള്ള് ഡാഷ് ആണെങ്കിൽ ഈ ഫുള്ള് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഡാഷിന്റെ. ശരിക്കും പറഞ്ഞ എന്റെ പേപ്പർ നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല, വെറും ഡാഷ്, ക്വസ്റ്റ്യൻ നമ്പർ ഡാഷ് 2 ഡാഷ് അങ്ങനെ കളിച്ചോണ്ടിരിക്കപ്പോ. പഠിക്കണമല്ലോ നമുക്ക്. പഠിക്കണം. ഇനി ഫൈനൽ, ഇനി ടേം 2 എക്സാം ഉണ്ട്, അതിന്റെ ടെൻഷനിലാണ് ഞാനിപ്പോ. ക്രിസ്മസ് എക്സാം അല്ലേ? അതന്നെ, ഈ ഡിസംബർ 11 തുടങ്ങുന്നുണ്ട്. അപ്പൊ ഏത് വിഷയം ഏറ്റവും എളുപ്പം? ഒന്നുമില്ല, എനിക്ക് എല്ലാം പാടാം, എല്ലാം പാടാം. ചേച്ചിയാണോ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോ പറഞ്ഞു തരുമോ? ഞാൻ ഒറ്റയ്ക്ക് എഴുതാറാ. ചേച്ചിയെ കൊണ്ട് എഴുതിപ്പിക്കാറില്ലേ? അതായത് ഞങ്ങളുടെ വീട് ഇതാണെങ്കിൽ എന്റെ സ്റ്റഡി ടേബിളില് ഇവിടെയും ചേച്ചിയുടെ സ്റ്റഡി ടേബിൾ ഇവിടെയാ, ഞങ്ങള് വേറെ വേറെ സ്ഥലത്താ. അപ്പൊ ചെറിയ പാടാണ്. പിന്നെ ആരും എനിക്ക് എന്നെ സഹായിക്കുന്നില്ല. ചേച്ചി സഹായിക്കൂലെന്നല്ല, എല്ലാത്തിനും സഹായിക്കും. എന്നെ പ്രൊജക്ട് ഒക്കെ ചെയ്യാൻ ചേച്ചിയാണ് കൂടുതൽ സഹായിക്കുന്നത്. അതല്ല ഐ മീൻ പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സഹായിക്കൂലേ, പേപ്പറൊക്കെ ഇതിങ്ങനെ എന്റെ ലൈന് വരച്ചു കഴിഞ്ഞാല് എനിക്ക് സ്കെയിൽ ഉണ്ടെങ്കിലും എന്റെ ലൈന് കൊച്ചിന്ന് കൊയിലാണ്ടിനേക്കാ. സത്യം എനിക്ക് സ്കെയിൽ ഇതുവരെയായിട്ട് ഇത്ര വർഷമായിട്ടും എനിക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാ സ്കെയില്. ഞാൻ എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യും, പെന്നോണ്ട് എഴുതും, എന്നിട്ട് അവിടെ എന്തെങ്കിലും ഇങ്ങനെ സാധനം വെച്ചു കൊടുക്കും. അപ്പൊ മിസ് അവിടെ വന്ന് പട്ടെ ഇങ്ങനല്ല ലൈൻ വരയ്ക്കാൻ പറയും. അപ്പൊ ആകെ മൊത്തം വേർക്കും ഞാൻ. എന്താ വരയ്ക്കുന്ന അറിയോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ വരല്ലേ ലൈന്, നോട്ട്ബുക്കില് ലൈനില് ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ വരയ്ക്കും. അപ്പൊ ഏതെങ്കിലും കുട്ടി വന്ന് എന്റെ കൈ തട്ടും, തെറ്റിപ്പോ. അപ്പൊ വീണ്ടും വായിച്ച് വീണ്ടും വരയ്ക്കണം, വീണ്ടും കൈ തട്ടും, അപ്പൊ വീണ്ടും വായിക്കണം. എന്നിട്ട് ഒരു ദിവസം ഫുള്ള് പേജേ പറഞ്ഞുണ്ട്. സിനിമകൾ സമയം കാണാറുണ്ടോ? ഞാൻ സിനിമകൾ കാണാറില്ല. അഥവാ സിനിമകൾ കാണുന്നുണ്ടെങ്കിലും അതെന്റെ അച്ഛൻ പിടിച്ചിരുത്തി കാണിപ്പിക്കുന്ന. എന്റെ ഫേവറേറ്റ് ആക്ടർ നെറ്റ് ആണെങ്കിൽ അല്ലല്ല, ഇതാരും ഒരു ഫാൻസ് എന്നെ കുറ്റക്കാരനാക്കരുത്, ആദ്യം പറയാണ്. ഞാൻ ക്ലിയർലി ലാലേട്ടന്റെ ഫാനാണ്.
ലാലേട്ടന്റെ പടങ്ങളൊക്കെ മാക്സിമം കാണാൻ നോക്കും സമയം കിട്ടിയ. സമയം കിട്ടിയാ കാണും. അപ്പൊ ഈ ലാലേട്ടന്റെ സിനിമയിലെ പാട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അതറിയും? ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലും തുള്ളും താളം, വീരൻ പടയുടെ വെൺമുടി എത്തിക്കൊട്ടിക്കേറും താളം, ഇത് മുള്ളം കൊല്ലി കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കടി തകലടി മേളം, ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വള്ളിത്തേരാണി. വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹരാഹോ വേൽമുരുക ഹരോഹരാഹോ വേലായുധ ഹരോഹരാ. ഈ ടിവിയില് കാണുമ്പോ നമ്മള് കോട്ടൊക്കെ ഇട്ട് പാട്ട് അതല്ലേ കോട്ടൊക്കെ ഇട്ടിട്ടല്ലേ. അപ്പൊ ഞാൻ പണ്ടൊക്കെ പറയുന്ന ക്യാമറ ടെക്നിക്കാ. പറ്റിക്കും ക്യാമറ ടെക്നിക്കാ. അവരിന്നെ ടി വി കാണുമ്പോ വലിയ നിങ്ങളുണ്ട് എന്നൊക്കെ അല്ലേ പറയുന്നേ. പക്ഷെ നേരിട്ട് കാണുമ്പോ മോൻ ഇത്രയേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു മോൻ വലിയ 8ലൊക്കെ ആയിട്ടുണ്ടാവുമെന്ന്. എന്നിട്ട് ആരാ ചോദിക്കാൻ, മോന് UKG ABCD പഠിക്കാറുണ്ട്. അത് കേട്ടപ്പോ തൊടേണ്ട എല്ലാം പോയി. അത്ര നേരം ഉണ്ടായിരുന്ന എല്ലാം പോയി അല്ലേ. പക്ഷെ ചിരിപ്പിക്കാനുള്ളതെന്ന് വെച്ചാല് ഞാൻ സ്കൂളിൽ പോയി 6th ചേരാൻ പോയല്ലോ. അപ്പൊ ആദ്യമായിട്ട് ബാഗൊക്കെ എടുത്തു കൊണ്ടുവരുന്നു. ഞാൻ ലഞ്ച് ബ്രേക്ക് ആയപ്പോ ഞാൻ പുറത്തിറങ്ങിയപ്പോ ഒരു നഴ്സറി പിള്ളേരുന്നിട്ട്, എടാ നീ പുതിയ സ്കൂളിൽ വന്നതാണോ, നീ എന്താ ക്ലാസ് കയറുന്നില്ലേ, മിസ് നമ്മള് 1 2 3 പഠിപ്പിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചഴിച്ച് കൊണ്ടുപോയി നഴ്സറിന്റെ അടിയിലേക്ക് റൂമിലേക്ക് കൊണ്ടുപോയെന്ന് ടീച്ചർ പറഞ്ഞു. അല്ല 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 ഇവൻ മുകളിലത്തെ ആളാണ്, ഇവിടത്തെ ആളല്ലാന്ന്. അപ്പൊ പറഞ്ഞു, അല്ല മിസ് ഇവൻ ഇവിടെ പുതിയ സ്റ്റുഡന്റ് അല്ലേന്ന്. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഞാൻ പേടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ നഴ്സറി പിള്ളേരല്ലല്ലോ. ഇപ്പൊ ഈ ചങ്ങ എന്റെ കൈക്ക് പിടിച്ചോണ്ട് എനിക്ക് കൈക്ക് വിടാനൊന്നുമില്ല, മുറുക്കി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ചങ്ങ പറയാ, മിസ് നമ്മളെ പുതിയ സ്റ്റുഡന്റ് ആണ് കേട്ടോ, നഴ്സറി പിള്ളേർ അതും. എന്നിട്ട് അവന്റെ താഴേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ സ്കൂളല്ലേ 5th കഴിഞ്ഞ് എനിക്ക് പാന്റാ, അവരൊക്കെ ടൗസർ ഇട്ടെ. അല്ല മിസ്സേ ഇവൻ നഴ്സറിയിലേക്ക് അവിടുത്തെ UKG-യിലാണോന്ന് മിസ്സിനോട് ചെന്നിട്ട്. മിസ്സിന് ഓർമ്മയില്ല എന്നെ ആരാന്ന്. മിസ്സിനും ഭയങ്കര സംശയമായി. അത് കഴിഞ്ഞിട്ട് എന്റെ മിസ് എന്റെ 6th മിസ് വന്നിട്ട്, അല്ല ഇതെന്റെ കുട്ടിയാറ് എന്നെ പിടിച്ചോണ്ടായി. ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഞാനിപ്പോ UKG ABCD പഠിക്കേണ്ടി വരും. ആന്നാ തോന്നുന്നേ. പക്ഷെ എനിക്കൊരു പേടിയൊന്നുമില്ല, ചെറുതാവും ഭയങ്കര സുഖ. ഈ റിച്ചുകുട്ടാ, എനിക്ക് ഇവര് രണ്ടുപേരും തമിഴ് സംസാരിക്കുന്നവരാ. അവർക്ക് വേണ്ടി നല്ലൊരു തമിഴ് സോങ് അവര് പറയും, ഒരു പാട്ട്. ഏത് പാട്ട് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തമിഴ് സോങ് നിങ്ങൾ പറയണ ഒരു പാട്ട് പാടാൻ പറ്റും നോക്കട്ടെ. ഇന്ത്യയിലെ സമാധാനം. വരാഹ നദിക്കര ഓരം ഒരേ ഒരു പാർവയെ പാർത്തേൻ, പുറാവേ നില്ലന് சொந்தே കനവായോടി മറഞ്ചേ. വരാഹ നദിക്കര ഓരം ഒരേ ഒരു പാർവയെ പാർത്തേൻ, പുറാവേ നില്ലന് சொந்தே കനവായോടി മറഞ്ചേ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഊറുത്തും, കാണാതെ രൂപം കണ്ണുക്കുള്ള എനിക്കും. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഊറുത്തും, കാണാതെ രൂപം കണ്ണുക്കുള്ള എനിക്കും. കണ്ണ് തക്ക് തക്ക് തക്കുങ്ങത് ഓ ഉള്ളതുക്ക് ദിക്ക് ദിക്കുങ്ങത് ഓ, നെഞ്ച ചെല്ലു ചെല്ലു ചെല്ലുങ്ങത് ഓ, சொல்லு 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 சொல்லுங்கது. வராக நதிக்கர ஓரம் ஒரே ஒரு பார்வையை பார்த்தேன், புறாவே நில்லன சொன்னேன். എനിക്കുള്ള ഏറ്റവും ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാല് ഈ റിഹേഴ്സലൊക്കെ കൂടുതൽ രാത്രി ആയിരിക്കില്ലേ, അപ്പൊ എനിക്ക് ഉറക്കം വരും. ഇപ്പോ 8 മണിയൊക്കെ ആകുമ്പോ നമ്മളെ നാട്ടില് 10 മണി 11 മണിയല്ലേ, ആ സമയത്തൊക്കെ എന്റെ ഉറങ്ങുന്ന സമയം. അപ്പൊ കണ്ണുമെല്ലാം ഇങ്ങനെ പോകും, കണ്ണിൽ വെറും കാഴ്ച. അങ്ങനെ അറിയാണ്ടേ ഇപ്പോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ആക്ഷൻ ഇഷ്ടപ്പെട്ടു. പെട്ടെന്നായിരിക്കും നമ്മൾ ഉറങ്ങുമ്പോ പെട്ടെന്ന് പാടും അല്ലേ. മോന് കാണണമെന്ന് ഏറ്റവും ആഗ്രഹമുള്ള ഗായകനോ അല്ലെങ്കിൽ ഗായികയോ ഏറ്റവും കൂടുതൽ ആഗ്രഹം നമ്മളൊരു ആഗ്രഹിക്കുമല്ലോ. എനിക്ക് പല ആളുകൾ ആഗ്രഹം അങ്ങനെ സിംഗറിൽ ഇപ്പൊ യേശുദാസ് സാറിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്.
പിന്നെ ഫീമെയിൽ സിംഗറിലാണെങ്കിൽ ചിത്രാമ്മമ്മേനെ കാണണമെന്നുണ്ട്. ചിത്രാമ്മമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് ഒക്കെ അയച്ചു തന്നിരുന്നു. അതിനുവേണ്ടി താങ്ക് യു പറഞ്ഞു. അപ്പൊ കാണണം എന്നൊരാഗ്രഹം ഉണ്ട് ചെറുതായി. മ്യൂസിക് ഡയറക്ടർമാരെ നമുക്ക് എ ആർ റഹ്മാനെ കാണാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ. എ ആർ റഹ്മാൻ സാറിനെ കാണണം, ഇളയരാജ സാറിനെ കാണണം. പിന്നെ മോന്റെ പാട്ട് ഇപ്പൊ മോൻ പാട്ട് പാടിയല്ലോ. അപ്പൊ ഞാൻ പറയാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മോനെ എന്ന് ഞാൻ പറയാണല്ലോ. അങ്ങനെ പറഞ്ഞ ഒരാളെ ആരെയാ ഓർക്കുക? മെയിൻ ആളുകളാണെങ്കിൽ ഇപ്പൊ റിയാലിറ്റി ഷോയിലാണെങ്കിൽ എല്ലാ ജഡ്ജസും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോ MG കുറച്ചു പേര് പറയാം, എല്ലാവരും ഉണ്ട്. ഇപ്പൊ അതില് കുറച്ചും കൂടെ കൂടുതൽ എം ജെ അങ്കിള്, അനു ആൻറ്റി, പിന്നെ മധു അങ്കിള്, പിന്നെ സിത്താര ആൻറ്റി, പിന്നെ പിന്നെയും കുറെ കുറെ സിംഗേഴ്സും മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ഞാൻ ഹിന്ദി പ്രോഗ്രാമിൽ പോയപ്പോ ഞാൻ ശ്രീവല്ലി എന്ന സോങ് പാടിയിട്ടുണ്ടായിരുന്നു. ശ്രീവല്ലി സോങ് പോയപ്പോ അതിന്റെ മ്യൂസിക് ഡയറക്ടർ അത് സ്റ്റോറി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ ദേവ്ശ്രീ പ്രസാദ് സാറ് എന്നിട്ട് അത് കേട്ടപ്പോ ഞാനൊക്കെ ഷോക്കായി പോയി. സന്തോഷമുണ്ട്, ഷോക്കിങ്ങും ഉണ്ട്. പിന്നെ ആ സാറ് പറഞ്ഞു ഒരു ദിവസം എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞു. അതൊരു വലിയ സന്തോഷമായി. വലിയൊരു അംഗീകാരവും വലിയ സന്തോഷമല്ല. നമ്മള് അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? മസാല ദോശ, ആലു പൊറോട്ട, പിന്നെ ബിരിയാണി. ആലു പൊറോട്ട, മസാല ദോശയിലൊക്കെ എന്റെ അച്ഛമ്മേന്റെ ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. അച്ഛമ്മേന്റെ ബിരിയാണി രണ്ടുപേരും ഒരുമിച്ചുണ്ടാക്കുമ്പോ അടിപൊളിയാണ്. പിന്നെ ചോറ്, സാമ്പാറ്, മീൻകറി, പിന്നെ മീൻ പൊരിച്ചത്, പിന്നെയും പല പല സാധനങ്ങൾ. അച്ഛമ്മ പാടി തന്ന ഒരു പാട്ട് മോൻ ഓർമ്മയുള്ള ഏതാണ്? മോന് വേണ്ടി അച്ഛമ്മ പാടിയേക്കുന്ന ഒരു പാട്ട്. കൊറേ പഴയ പാട്ട് ഓർമ്മ പാടിത്തരാം. അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണു പിന്നെ കുമ്പിട്ടിരിപ്പാണു മാനത്തെ കൊമ്പനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണു മാനത്തെ കൊമ്പനപ്പുറത്ത്. ഇതാണ് അച്ഛമ്മ ഉറങ്ങാൻ നിർത്ത്. പിന്നെയും കുറെ പാട്ടുകളുണ്ട് പാടിത്തരുന്നല്ലേ. മോന് എപ്പോഴും കയ്യടി കിട്ടുന്ന ഈ നല്ല ഫാസ്റ്റ് പാട്ട് പാടുമ്പോഴും കൂടുതൽ കയ്യടി കിട്ടുന്നത് നമുക്ക് എനർജി ആയിട്ട് പാടുമ്പോൾ അല്ലെ? അങ്ങനെയല്ലേ പാട്ട് പാടുമ്പോഴല്ലേ കയ്യടികൾ കൂടുതൽ കിട്ടുന്നത്. ഈ ഇപ്പോഴും ഈ പുതിയ കുട്ടികളുണ്ടല്ലോ പാട്ട് പാടാൻ പറ്റുന്നത്, അവരോട് മോന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എന്ത് പറയാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാട്ടിനോട് മാത്രമാണ് കമ്പം, അഭിനയമല്ല. നമുക്ക് അഭിനയത്തിന് വന്നാല് നമ്മളൊന്ന് പോവും, ഇല്ലാന്നും നമ്മൾ പറയുന്നില്ല. ചായ കുടിക്കുന്നില്ല, അതൊന്നും വേണ്ട, ചെയ്യുമ്പോ നല്ലത് നമുക്ക് ചെയ്യാം. അതൊന്നും വേണ്ട. എനിക്ക് പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്. പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ ക്രൈസ് അല്ലേ? ഈ പാട്ട് പാടി ഇങ്ങനെ ഉയരങ്ങളിലേക്ക് എത്തണം. ഋച്ചുക്കുട്ടനെ ഇനി കാണുമ്പോൾ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല എനർജിക്ക് ഒരു കുറവില്ല. നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വലുതാവാനൊക്കെ തടിക്കാനൊക്കെ. അച്ഛമ്മ എന്ത് പറയണം? അച്ഛമ്മയാണല്ലോ കൂടുതലും ഫുഡിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണം. അച്ഛമ്മ എന്ത് പറയും? മടി കാണിക്കോ? ഫുഡ് കഴിക്കാൻ മടി കാണിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഞാൻ കഴിച്ചിലേക്ക് വാശി പിടിപ്പിച്ച് കഴിപ്പിക്കും. ഞാനത് കഴിക്കുമ്പോഴും പക്ഷെ ഒന്നും പിടിക്കുന്നില്ല, ശരീരത്തിൽ പിടിക്കുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചില്ലേ? ശരിക്കും പറഞ്ഞാല് എന്റെ അച്ഛനും എന്റെ അച്ഛന്റെ അനിയനും എല്ലാരും ഇതേമാതിരി തന്നെ ആയിരുന്നു. അവരൊക്കെ അപ്പൊ വലുതാകുമ്പോ നമ്മൾ അച്ഛനെ പോലെയൊക്കെ ആവും. അപ്പൊ ഞാനും കൊണ്ടുപോകൂല്ലേ? ഹൈറ്റ് ഉണ്ടാവും, പേടിക്കട്ട. ഹൈറ്റ് ഉണ്ട്, ഇപ്പോൾ ഹൈറ്റ് ഉണ്ടല്ലോ. അല്ല, എനിക്ക് ഹൈറ്റ് വെക്കും, പക്ഷെ ആർക്കും അത് മനസ്സിലാവുന്നില്ല. എന്ത് മനസ്സിലാകാത്തത് അല്ലേ? ഞങ്ങൾക്ക് ആകെ മനസ്സിലാവുന്നപ്പോ ഇതേമാതിരത്തെ ഷർട്ട് ഇട്ടിട്ട് അത് മുകളിലേക്ക് ചെന്നാലേ എനിക്ക് മനസ്സിലാവും ഞാൻ വലുതായി. മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് മനസ്സിലാക്കുന്നല്ലേ? ഇനി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ടും കൂടെ പാടണം. പഴയ പാട്ടാണോ? പഴയ പാട്ടാണ് പാടിയാലോ? ഹൃദയത്തിൻ ചന്ദനവാതിൽ നിനക്കായി മാത്രം
തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. നിന്നെ ഉറക്കാൻ പഴയൊരു ഗസലിൻ, നിന്നെ ഉറക്കാൻ പഴയൊരു ഗസലിൻ നിർവൃതിയെല്ലാം പകരാം ഞാൻ, നിർവൃതിയെല്ലാം പകരാം ഞാൻ. എന്റെ ഇന്നും വന്നില്ല, നിന്നോടൊന്നും ചൊല്ലിയില്ല, അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തു പെൺകിന്നരൻ, ആകാശത്തു പെൺകിന്നരൻ. ഇപ്പൊ ഇറങ്ങിയ പുതിയ സിനിമകളിലെ പാട്ടൊക്കെ കേൾക്കാറില്ലേ? ഇപ്പൊ അറിയാ അതില് ആ പാട്ടുകളൊക്കെ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് പാടി തുടങ്ങിയോ? പാടണം ഇനിയും പുതിയ കുറച്ച് ട്രൈ ചെയ്യണം. അല്ല, ഇപ്പം പുതിയത് ഇറങ്ങിയതിൽ ഏതെങ്കിലും പാടി തുടങ്ങിയോ? പുതിയ ഇറങ്ങിയതൊന്നും പാടി തുടങ്ങിയില്ല, പക്ഷെ ഇനി തുടങ്ങണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ കുറെ ഹിറ്റ് പാട്ടുകൾ വരുന്നുണ്ടല്ലോ, ഇപ്പൊ സ്റ്റേജിലൊക്കെ പാടാൻ പറ്റിയ ഹിറ്റ് പാട്ടുകൾ, ഇപ്പം RDXലൊക്കെ ഹിറ്റ് പാട്ടുകൾ വരുന്നുണ്ടല്ലോ. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഇനി പാടണമല്ലേ? ഇനി പാടണം. ഇനി മെല്ലെ മെല്ലെ പുതിയത് ട്രൈ ചെയ്യണം. പുതിയത് നമ്മൾ ഒരേ കാലം മാറിയാണ് പോകുന്നത് അല്ലെ? ഹിന്ദി, തമിഴ്, ഈ മലയാളം ഇത്രേ ഉള്ളോ? തെലുങ്ക് പാടിയോ? തെലുങ്കൊന്നും പാടിയിട്ടില്ല. കന്നഡ പാടിയോ? ഇല്ല. ഇനി എല്ലാം പാടണ്ടേ നമുക്ക്? എല്ലാം പാടണം, എല്ലാം ട്രൈ ചെയ്യണം. ഭക്തിഗാനങ്ങൾ ഏതൊക്കെ പാടിയേക്കണ? ക്രിസ്ത്യ ഭക്തിഗാനം? ഭക്തിഗാനം കുറെ പാടിയിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ ഡിവോഷണൽ ആണെങ്കിലും ഇപ്പൊ ഹിന്ദു ഡിവോഷണൽ ആണെങ്കിലും എല്ലാം ഞാൻ പാടിയിട്ടുണ്ട്. എല്ലാം പാടിയിട്ടുണ്ടല്ലേ? ഭക്തിഗാനം എന്ന് പറയാനുള്ള എന്റെ കൂടുതലും എന്റെ അച്ഛൻ ഉണ്ടാക്കിയ കുറെ സോങ്ങുകള് ഞാൻ പാടാറ്. എല്ലാം അച്ഛൻ എഴുതിയിരിക്കുന്ന അച്ഛൻ മ്യൂസിക് ചെയ്തേക്കണം. അച്ഛൻ മ്യൂസിക് ചെയ്യുന്ന പാട്ടുകളാണ്. അച്ഛൻ മ്യൂസിക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനം ഏതാ? ഉണ്ണിക്കണ്ണ, ഒരു കണ്ണന്റെ പാട്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും ആദ്യം അച്ഛന്റെ മ്യൂസിക് ചെയ്ത പാട്ട്. അച്ഛൻ പറഞ്ഞത് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാ പോലും. രണ്ടിലും പഠിക്കും. പാടട്ടെ? ഉണ്ണിക്കണ്ണ കള്ളക്കണ്ണ ജാലം കാട്ടും മായക്കണ്ണ നിന്നുമൽ തൂമുഖം കണ്ടുറങ്ങാൻ പൊന്നോട കുഴൽ വിളി കേട്ടുണരാൻ കണ്ണാ കണ്ണാ നീയൊന്നെൻ കൂട്ടുവരൂ ഉണ്ണിക്കണ്ണ കള്ളക്കണ്ണ ജാലം കാട്ടും മായക്കണ്ണ. അച്ഛൻ നേരത്തെ എഴുതി വെച്ച മ്യൂസിക് ചെയ്ത പാട്ടല്ലേ? എനിക്ക് പാടി തരാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാന്ന് പറഞ്ഞു അച്ഛൻ പറയണ. അത് യൂട്യൂബിൽ ആദ്യം ഇട്ടിരിക്കുന്നത്. യൂട്യൂബിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്? എനിക്ക് അത്രയില്ല, കുറവേയുള്ളൂ. പാട്ടുകളൊക്കെ ഇടാറില്ലേ? പാട്ടുകളൊക്കെ ഇടാറില്ലേ? ഇനി കുറെ പുതിയ പാട്ടുകൾ ഇടണം. അത് അച്ഛൻ മ്യൂസിക് ചെയ്ത പാട്ടുകള്. അപ്പൊ നമ്മുടെ സ്വന്തം മ്യൂസിക് ആണെങ്കിൽ കുഴപ്പമില്ല, കോപ്പിറൈറ്റ് അടിക്കും അല്ലേ? കോപ്പിറൈറ്റ് അടിച്ച് കളയേണ്ട കാര്യമില്ല നമുക്ക്. അപ്പം ഇനി ഒത്തിരി പാട്ടുകൾ പാടണം, ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യണം, വേണ്ടേ? എല്ലാം ചെയ്യണം. അച്ഛനെ പോലെ പിന്നീട് ഗായകനും അതോടൊപ്പം മ്യൂസിക് ഡയറക്ടറും ആണോ? ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. മ്യൂസിക് ചെയ്യണ്ടേ? ചെയ്യണം. അങ്ങനെ അച്ഛനെ പോലെ തന്നെ ആണ്. അപ്പം നമുക്ക് നല്ല ഒരു പേര്, അച്ഛന്റെ റിച്ചുക്കുട്ടന് നല്ലൊരു പേരും കൂടെ ആണ്. അച്ഛനാണ് റിച്ചുക്കുട്ടൻ വിളിക്കണ. ആരായിരുന്നു വീട്ടിൽ വിളിച്ച? ആരാണ് ഏറ്റവും ആദ്യം വിളിക്കുന്ന? അച്ഛൻ തന്നെയാ. അച്ഛൻ തന്നെ. പക്ഷെ ഏറ്റവും ആദ്യം വിളിക്കുക എന്നെ റിച്ചുക്കുട്ടനൊന്നും അല്ല എന്റെ പേര്. ശരിക്കും പറഞ്ഞാല് എന്നെ വിളിക്കുന്നത് അതല്ല. ശരിക്കും പറഞ്ഞ എനിക്ക് ഷോർട്ട് നെയിം ഉണ്ട്, ആർക്കും അറിയാത്തൊരു പേരുണ്ട്. പാച്ചൻ. ഇത് ആർക്കും അറിഞ്ഞൂടാ പേര്. ജസ്റ്റ് ഞങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് മാത്രമേ അറിയുള്ളൂ പാച്ചൻ. എനിക്കറിഞ്ഞൂടാ. അച്ഛനൊരു ഇഷ്ടം തോന്നി. അപ്പൊ എനിക്ക് വന്ന് എന്റെ വികൃതിയൊക്കെ കണ്ടിട്ട് വിളിക്കുന്ന ഞാൻ തോന്നുന്നുണ്ട് പാച്ചൻ. റിച്ചുക്കുട്ടൻ എന്ന പാച്ചൻ. ഇനി പാച്ചൻ എല്ലാരും വിളിക്കട്ടെ. അപ്പൊ ഇനി എല്ലാരും അറിഞ്ഞല്ലോ ഇപ്പം. പക്ഷെ ഇത് ആർക്കും അറിഞ്ഞൂടാ ഈ പേര്. റിച്ചുക്കുട്ടൻ, മൂഷികൻ,
പിന്നെ KMR അതൊക്കെ അറിയുള്ളൂ. പക്ഷെ ഈ പേരാരും പറഞ്ഞോടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് ഋതുരാജ് റിച്ചു ഓൺലി. അങ്ങനെയാണല്ലോ പോകുന്നത്.